ഞാൻ റോഷൻ മോഹൻ. ഞാൻ പുതിയ യൂട്യൂബറാണ്. ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. അപ്പോൾ എന്നെ കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അവരുടെ സപ്പോർട്ടൊക്കെ ഞാനും തിരിച്ചവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കുറേ വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട്. പക്ഷേ ഏറ്റവും അധികം ഞാൻ ഷോർട്ട് വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ചെറിയ കുട്ടികളൊക്കെയാണ് കൂടെ നിന്ന് അഭിനയിക്കാനും എല്ലാത്തിനും എനിക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ അമ്മയും എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തന്നെ. അപ്പം ഫസ്റ്റ് എൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം ഇതിലൊരു പാട്ട് പാടണമെന്നൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. ഹായ് കൊടുക്കും എല്ലാവർക്കും. ഹായ്. അപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം ഒരു പാട്ട് പാടണമെന്ന്. അപ്പം അമ്മയുടെ ആഗ്രഹം തന്നെ ഫസ്റ്റ് ഈ വീഡിയോയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെന്ന് ഞാനും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ പാട്ടൊന്ന് കേട്ടോ. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം ഉത്സവത്തിൽ കിടന്നുറങ്ങിട കഴിഞ്ഞിടുമോ നിനക്കും പെരുത്ത ദുഃഖം നിറഞ്ഞു മറിയ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു കൊടുങ്കാറ്റുണ്ടു വനദേശത്തു പ്രിയനെ എന്നെ വിടല്ലേ മരത്തിൻ കൊമ്പിലിരിക്കും പക്ഷി ഉരയ്ക്കും ശബ്ദമതുകേ ഉറക്കം തെളിഞ്ഞുടനെ എൻ്റെ യേശുനാഥനെ ഞാൻ വിളിക്കുന്നു. അമ്മ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അമ്മയുടെ സോങ്ങാണ്. ഈ പാട്ട് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. കേട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റൊക്കെ തരിക. പഴയ കാലത്ത് ഏതൊരു പാട്ടെന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴേ പാട്ടുണ്ടായിരുന്നു? 18 വയസ്സുള്ളപ്പോൾ. 18 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പോൾ അമ്മയ്ക്കിപ്പോൾ 67 വയസ്സായി. അപ്പം ആ സമയത്തൊക്കെ ഉള്ളൊരു പാട്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്മ പാട്ട് പാടി തന്നെ എല്ലാവരും കേൾക്കണം. കുറേ പേരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരും കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. പക്ഷെ കാണുക. പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.